വളരെ കൃത്യമായിട്ട് ഋജുവായിട്ടും സരളമായിട്ടും ഒക്കെ ക്രിസ്തുജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു പോകേണ്ടി വരുമെന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 4 തരം വെറുപ്പ്? 1, ലോകം നിങ്ങളെ വെറുക്കും. 2, രാജ്യം നിങ്ങളെ വെറുക്കും. 3, മതം നിങ്ങളെ വെറുക്കും. 4, നിങ്ങളെ വീട് വെറുക്കും. ഈ 4 തലങ്ങളിലെ വെറുപ്പിനെ അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള നമ്മുടെ നാട്ടുഭാഷയിൽ ഇരട്ടച്ചങ്കുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടുങ്ങിയ പാതയ സുവിശേഷം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയാണത്തിലേക്ക് സ്നേഹവന്ദനം. ചെന്നായ്ക്കൾക്കിടയിലേക്ക് ആട്ടിൻപറ്റത്തെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുള്ള ഗുരു വചസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ വാരത്തിൻ്റെ വിചിന്തനമായിട്ടെടുത്തത്. എല്ലാത്തിനെയും അഭിമുഖീകരിക്കാൻ പറ്റുന്ന, ഏത് തിന്മയെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു ആന്തരിക ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. യോഹന്നാനൊക്കെ പറയുന്ന കണക്ക് നിൻ്റെ അകത്തുള്ള ആൾ ഈ പുറത്തുള്ള എല്ലാത്തിനേക്കാളും ശക്തമാണ്. അതിനകത്ത് ഒരു ധൈര്യമുണ്ടാക്കുക, പ്രത്യാശ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഗുരുവിൻ്റെ മൊഴികളുടെ സൂചന. ചെറിയ ചെറിയ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ ഭംഗിയുള്ളതാക്കി മാറ്റേണ്ടത്. പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട്, നമ്മുടെ ഈ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് ഭൂമിയുടെ മീതെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് യേശു പുളിമാവിൻ്റെ ഉപമ പറഞ്ഞത്. ഒരേ ഉപമ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഏക പ്രതീകമാണ് ഈ പുളിമാവെന്ന് പറയുക. ഒരിക്കലത് വളരെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൾക്കൂട്ടം ഇങ്ങനെ തിക്കിത്തിരക്കി നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, ഹെറോദോസിൻ്റെയും കൂട്ടൻ്റെയും പുളിമാവിനെ സൂക്ഷിക്കുക. അത് ആ പശ്ചാത്തലം ഉള്ള കൗതുകമുള്ളതാണ്. ആൾക്കൂട്ടം ഇങ്ങനെ തിക്കിത്തിരക്കി നിൽക്കുമ്പോൾ ഈ ബ്രെഡ് നീഡി എന്നൊരു പരിപാടിയുണ്ട്. ബേക്കറിയായിട്ടൊക്കെ എന്തെങ്കിലും ധാരണയുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് ഈ പുളിമാവ് ഈസ്റ്റ് ഇങ്ങനെ ബ്രെഡിലേക്ക് നമ്മൾ ഇങ്ങനെ ദോശയൊക്കെ വെക്കുന്ന കണക്ക് ഇങ്ങനെ പുളിക്കാൻ വേണ്ടി സമയം കൊടുത്തിട്ടല്ല. ഒരാൾ വേറൊരാളുടെ മീതെ ഇങ്ങനെ സ്റ്റാമ്പർ ചെയ്ത് പോകുമ്പോൾ യേശുവിന് തോന്നുന്നത് തിന്മയുടെ പുളിമാവ് പ്രസരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് സൂക്ഷിക്കാനാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യവും അതിൽ തന്നെ തിന്മയല്ല എന്നുള്ള ഒരു വലിയ സൂചന എന്ന കണക്ക് പിന്നെ ഒരിക്കലും യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ പുളിമാവാണ്. ഇത്തിരി പുളിമാവ് മുഴുവൻ മാവിനെയും വൈകാതെ പുളിപ്പിക്കും. കണക്ക് എത്ര ചെറിയ സാന്നിധ്യമാണെങ്കിലും ചുറ്റും നിൽക്കുന്ന പലതിനെയും കാലക്രമേണ നിങ്ങൾക്ക് സ്വാധീനിക്കാനാവുമെന്നും ഭേദപ്പെട്ട, മെച്ചപ്പെട്ട, ഭംഗിയുള്ള ലോകമുണ്ടാവുമെന്നൊക്കെ ഉള്ള വലിയ പ്രത്യാശ മൊഴികളൊക്കെ ആയിട്ട് ഇതിനെടുത്താന്നല്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫറ്റീഗ് വരും, ക്ഷീണം വരും. കമ്പാഷൻ ഫറ്റീഗ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിശേഷിച്ച് ഏതെങ്കിലുമൊക്കെ ആ ഒരു കമ്പാഷൻ ആക്ടിവിറ്റിയിലോ ഉപവിപ്രവർത്തനങ്ങളിലോ സുഹൃത്തുക്കളിലൊക്കെ ഏർപ്പെടുന്ന മനുഷ്യർക്ക് കുറേ കഴിയുമ്പോൾ വല്ലാത്തൊരു ഫറ്റീഗ് വരും. തങ്ങളുടെ ആ ഒരു ഇത്തരം ചെറിയ കാര്യങ്ങൾ എന്താ പ്രസക്തി എന്നൊക്കെ ചിലപ്പോൾ തോന്നും. ഇവിടെ മെസ്സിനമായിട്ടൊക്കെ അനുഭവപ്പെട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. ഒരു ചെറിയൊരു ഏകദേശം ഒരു 100 പേര് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നൊരു ചെറിയൊരു മെസ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ഈ 100 പേര് ഭക്ഷണം കഴിച്ച് പോകുക എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള പരിസരത്തിൻ്റെ വിശപ്പുമായിട്ട് നോക്കുമ്പോഴേക്കും എത്ര ചെറിയ കാര്യമാണ്. ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എന്ത് മെച്ചം ഈ ഒരു ദേശത്തിനുണ്ടാവുമെന്നൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അത്തരം ചില സമയങ്ങളിലൊക്കെ മനസ്സിലേക്ക് വരുന്നത് ആ പഴയ കഥയാണ്. ഒരു കടലോരത്ത് ഇങ്ങനെ തിരയടിച്ച് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇങ്ങനെ ചെറുമീനുകളുണ്ടാവും. തിര പെട്ടെന്ന് വലിയോ മായുകയോ ചെയ്യുമ്പോൾ ഈ ചെറുമീനുകൾ ഈ മണലിൽ കിടന്ന് കുരുങ്ങിപ്പോവും. ശ്വാസം അതിങ്ങനെ എൻ്റെ അന്ത്യമാണ് അത്. ഒരു കുട്ടി ഇങ്ങനെ ഓരോ മീനെടുത്തിട്ട് ഇങ്ങനെ പുഴയിലേക്ക് എടുത്തെറിയുക. വല കിട്ടുന്ന ഒരു വൃദ്ധന് ചിരിപൊട്ടി. അയാൾ പറഞ്ഞു, കുട്ട എന്ത് വലിയ കടലാണ്, എത്ര വലിയ തീരമാണ്, ഓരോ തീരത്തിൽ എന്തുമാത്രം അലകളാണ് വന്ന് അടിച്ചു കയറുന്നത്, അതിനകത്തൊക്കെ ഈ ചെറുമീനുകൾ മണ്ണിൽ കുരുങ്ങിപ്പോവും. നീ ഇങ്ങനെ 1 2 ചെറുമീനെടുത്ത് ഈ തിരയിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ പേരിൽ എന്ത് വ്യത്യാസം ഉണ്ടാകാൻ പോവുക? കുട്ടി പറഞ്ഞു, അപ്പച്ചാ അത് കാര്യമായ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, എനിക്കും അറിയാം, നമുക്കതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയ ചെറുമീൻ അത് വലിയ വ്യത്യാസമാണ്. ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളുടെ മീതെ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുമ്പോൾ
ഒരു ഫറ്റീഗ് അനുഭവപ്പെടുമ്പോഴൊക്കെ ഈ കഥ ഞാൻ വെറുതെ ഒന്ന് കണ്ടുപൊട്ടി ഓർമ്മിച്ചെടുക്കും. നിങ്ങളുടെ ഏറ്റവും ചെറിയ ഇടപെടലുകൾക്ക് ആരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലോകത്തെ ഒഴിവാക്കുക എന്ന് പറയുന്ന, ലോകത്തിന് വഴിമാറി നടക്കുക എന്ന് പറയുന്ന ഒരു ബോധന രീതി ഒരിക്കലും ക്രിസ്തു സ്വീകരിച്ചിട്ടില്ല. വലിയ വില കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ധർമ്മത്തിന്, നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഈ മൂല്യക്രമത്തിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എതിർപ്പില്ലാതെയും തർക്കമില്ലാതെയും നിങ്ങളുടെ ഒരു ക്രിസ്തീയ സാധന അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ സ്കെപ്റ്റിക്കലായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അതിനകത്ത് വലിയ ആശ്വാസമൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. ആരോ പറയുന്ന കണക്ക് ഒരു മതപീഡനം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ക്രിസ്തീയ ധർമ്മം പാലിക്കുന്ന ഒരാളെന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നാൽ വിചാരണയ്ക്ക് ശേഷം കോടതി നിങ്ങളെ വെറുതെ വിടും. എന്താ കാര്യം? നിങ്ങൾ ക്രിസ്തീയ ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു തെളിവും കോടതിക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. പ്രതിഭാവം വക്കീൽ തലകുത്തി നിന്ന് ചകഞ്ഞാൽ പോലും അങ്ങനെ ഒരു കാരണം കണ്ടെത്താൻ പറ്റില്ല. എന്തൊരു കറുത്ത ഫലിതമായത്! ക്രിസ്തീയമെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്ത് തെളിവുകളാണ് നമുക്കുള്ളത്? അല്ലെങ്കിൽ എന്ത് വ്യതിയാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്? വലിയ ക്രിസ്തീയ ധർമ്മത്തിൻ്റെ വിശേഷം അതിൻ്റെ ഒരു എത്തിക്സൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്ന മാത്യു 10. ഒരു ഉപാസകൻ ഈ ഭൂമിയിലെ തൻ്റെ ആ ചെറിയ കാലത്തിനകത്ത് പുലർത്തേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ പ്രകാശം തരുന്ന ഒരു ടെക്സ്റ്റ് വളരെ കംപ്രസ്ഡ് അതിനകത്ത് കിടപ്പുണ്ട്. മാത്യു 10, 6 തൊട്ട് 16 വരെ. ലൂക്കിലും അത് 10-ാം അധ്യായം തന്നെയാണ്. പക്ഷേ ഈ 12-ാമത്തെ വരികൾക്ക് ശേഷം ഒരു ലോങ് വലിയൊരു അധ്യായം കിടപ്പുണ്ട്. ഈ മുഴുവൻ അധ്യായവും ഇങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വിലയാണ്. ആ വിലയെക്കുറിച്ച് ആരും ഇപ്പോൾ സംസാരിക്കുന്നില്ല. എന്ത് വില കൊടുത്തിട്ടാണ് നിങ്ങൾ ഇത്രയും വിലപിടിപ്പുള്ള ഒരു മൂല്യബോധത്തെ സ്വന്തമാക്കിയത്? വില കൊടുക്കാത്ത ഒരു അത്താഴം എന്നൊക്കെ ഒരു ചൊല്ലു കണക്ക് നമ്മളുടെ അത്താഴത്തിന് നമ്മൾ എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? വലിയ അളവിൽ വെറുപ്പിലൂടെ കടന്നു പോകാനായിട്ടുള്ളൊരു ക്ഷണം അതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വെറുപ്പാണ്. ഓരോ ചെറിയ സെഷൻ ചെയ്യുമ്പോൾ പോലും എൻ്റെ ഏറ്റവും വലിയ ഭീതി അത് കേൾവിക്കാരിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ടാവുമോ, അതതിൽ വിരക്തി ഉണ്ടാക്കിയിട്ടുണ്ടോ, വേണമെങ്കിൽ ചെറിയ ആളൊരു വെറുപ്പ് പോലും ഉണ്ടാക്കിയിട്ട് തോന്നുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ നഷ്ടധൈര്യരാവുകയും ചെയ്യുന്നു. ഒരു ചെറിയ പ്രഭാഷണം പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് മമതയും അഭിനന്ദനങ്ങളുമാണ്. അപ്പോൾ പൊതുവെ വെറുപ്പിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ള ഒരു ഫ്രെയിമല്ല നമ്മുടേത്. പക്ഷെ വലിയ വെറുപ്പിനെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ള വലിയൊരു ചൂണ്ടുപലക, ഒരു അടയാളപ്പലക അവിടെ നിന്ന് വെച്ചിട്ടുണ്ട്, ഒരു കോഷൻ വെച്ചിട്ടുണ്ട്. ആ കോഷൻ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. 4 തരത്തിലുള്ള വെറുപ്പിലൂടെ വളരെ കൃത്യമായിട്ട് ഋജുവായിട്ടും സരളമായിട്ടും ഒക്കെ ക്രിസ്തു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ കടന്നു പോകേണ്ടി വരുമെന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 4 തരം വെറുപ്പ്? 1, ലോകം നിങ്ങളെ വെറുക്കും. 2, രാജ്യം നിങ്ങളെ വെറുക്കും. 3, മതം നിങ്ങളെ വെറുക്കും. 4, നിങ്ങളെ വീട് വെറുക്കും. ഈ 4 തലങ്ങളിലെ വെറുപ്പിനെ അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള നമ്മുടെ നാട്ടുഭാഷയിൽ ഇരട്ടച്ചങ്കുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടുങ്ങിയ പാതയ സുവിശേഷം. നിർഭാഗ്യവശാൽ എല്ലാത്തരം ഭയങ്ങളും കൊണ്ട് നടക്കുന്ന വിശേഷം വെറുപ്പിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഒരു 19 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സുവിശേഷ ജീവിതത്തിലേക്ക് ഇനിയും പ്രവേശിച്ചിട്ടില്ല എന്ന് എൻ്റെ അഭിനന്ദനായ കേൾവിക്കാരൻ്റെ കുമ്പസാരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. നമുക്ക് വെറുപ്പ് നേരെ സൂചിപ്പിച്ച് എനിക്ക് വലിയ പേടിയാണ്. എന്തൊക്കെയാണ് ആ വെറുപ്പുകളെന്ന് വളരെ വേഗത്തിൽ കണ്ട് ആ പാദങ്ങൾ നമസ്കരിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ എന്ന കരുത്. 1, ലോകം നിങ്ങൾ വെറുക്കുമെന്ന് പറയാം. ലോകം എന്ന് പറയുന്നത് ഈ പറയുന്നൊരു സംഭവമാണ്. എനിത്തിങ് എഗെയിൻസ്റ്റ് ക്രൈസിസ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ക്രിസ്തു ഒഴികെ എന്തിനേയും ആധാരമാക്കി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സംഭവത്തിൻ്റെ പേരാണെന്ത്? ഈ പറഞ്ഞ ലോകം എന്ന് പറയുന്നത്. ലോകം നിങ്ങളെ വെറുക്കും. ലോകം എന്ന് പറയുന്നത് ഈ ഭൂപടത്തിൽ കാണുന്ന, ടോപ്പോഗ്രഫി കാണുന്ന ആ ഒരു ചിത്രമല്ല ലോകം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല പദങ്ങളും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ വിഗ്രഹം എന്ന് പറയുന്നൊരു പദത്തെ എത്ര കൃത്യമായിട്ടാണ് പൗലോസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദ്രവ്യാസക്തിയായ വിഗ്രഹം. സമ്പത്തിനോടും പണത്തിനോടുമുള്ള ആഗ്രഹമാണ് പുതിയ നിയമം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഗ്രഹം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതിനു പകരം മറ്റു ധർമ്മങ്ങളിലെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ റിയലായൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഡിസ്കഷൻസ് മുമ്പോട്ട് പോകുന്നത്. ലോകത്തെ വെറുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ യേശു മൂല്യങ്ങൾക്കെതിരായിട്ട് എന്തിനേയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന എല്ലാ ഘടനയ്ക്കെതിരായിട്ട്
ഉള്ള ഒരു തർക്കത്തിലോ പ്രതിരോധത്തിലോ ഒക്കെ ആയിരിക്കുക എന്നുള്ള പ്രശ്നം. എന്തൊക്കെയാണ് ലോകം വാഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത്, അതിനെ ഇകഴ്ത്തിയ ഒരാളുടെ പേരായി യേശു. അഷ്ടഭാഗ്യം എന്ന് പറയുന്നത് എന്താ വാസ്തവത്തിൽ? ലോകം കൊടുത്ത അന്ന് വരെ കരുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മൂല്യങ്ങളെയും കീഴ്മേൽ മറിക്കുന്ന ഒരു ക്രമത്തിൻ്റെ പേരാണ് അഷ്ടഭാഗ്യം എന്ന് പറയുക. ആരോ പറയുന്ന കണക്ക് ഈ ഗിരിപ്രഭാഷണം വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വവ്വാലായിട്ട് പുനർജനിക്കേണ്ടതായിട്ട് വരും. കാരണം ബാക്കിയുള്ള എല്ലാ ജീവികളും ഇങ്ങനെ നേരെ ഇരുന്നാണ് വായിക്കുന്നത്, വവ്വാൽ ഇങ്ങനെ തലകീഴ് കിടന്നായിട്ട് വായിക്കാം. അപ്പോൾ തലകീഴായിട്ട് കിടക്കുന്ന ഒരു ജീവിതക്രമം മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ വവ്വാലിൻ്റെ ബുദ്ധി ആവശ്യമുണ്ട്. അത്രയും അത് കീഴ്മേൽ പറഞ്ഞൊരു കാര്യമാണ്. അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താ അഷ്ടഭാഗ്യം എന്ന് പറയുന്നത്? ആ ചതുർശാപങ്ങളുടെ തന്നെ റിവേഴ്സ് ടെസ്റ്റാണ്. 8 ഭാഗ്യങ്ങൾ മാത്രമല്ല, 4 മോശപ്പെട്ട കാര്യങ്ങളുമുണ്ട്. വോട്ട് യു, നിനക്ക് ദുര്യോഗം എന്ന് പറയുന്നൊരു 4 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ ധനികരെ, ഇപ്പോൾ ചിരിക്കുന്നവരെ, ഇപ്പോൾ വിരുന്നുണ്ണുന്നവരെ, ഇപ്പോൾ പ്രശംസ ലഭിക്കുന്നവരെ. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് ലോകം കരുതുന്നുണ്ടോ? ധനം മോശമായിട്ട് കരുതുന്നുണ്ടോ? വിരുന്ന് മോശമായിട്ട് കരുതുന്നുണ്ടോ? പ്രശംസ മോശമായിട്ട് കരുതുന്നുണ്ടോ? ചിരി മോശമായിട്ട് കരുതുന്നുണ്ടോ? പക്ഷെ ഇതിലൊക്കെ ഈ അപകടം ഒളിച്ചിരിപ്പുണ്ടെന്നും മയങ്ങിക്കിടക്കുന്ന അപകടമുണ്ടെന്നും ഒക്കെയാണ് യേശു പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ വിരുന്നെന്ന് പറയുന്നത്, വിരുന്നൊരു ഹാപ്പി സ്പേസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വിരുന്നുകൾ അത്ര നീതീകരിക്കപ്പെടണോ? വിശേഷം നമ്മുടെ ആഘോഷങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിരുന്നുകൾ, ഓരോരോ വിവാഹ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ കണക്റ്റ് ആവുന്നില്ല. അത്രയും കാര്യങ്ങൾ അവിടെ വിളമ്പി വെക്കുന്നു, ചുറ്റിനും മറന്നുകൊണ്ട്, പരിസരങ്ങളെ മറന്നുകൊണ്ടും അവനവൻ്റെ കാലത്തെയൊക്കെ മറന്നുകൊണ്ടുള്ള വിരുന്നുകൾ. ഭക്ഷണം തന്നെ ഒരു വലിയ ഇൻസൾട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നാണ് പറയുക. ഞങ്ങളുടെ ആ ഒരു പൊന്നുരുന്നി ആശ്രമവും കടവന്ത്രയും തമ്മിലുള്ള ചെറിയ ദൂരം, അത് ഒരു 8 മിനിറ്റ് കൊണ്ടെങ്കിൽ കടന്നെത്താൻ ദൂരത്തിനകത്ത്. കഴിഞ്ഞ ദിവസം ഒരു കൗതുകത്തിന് വേണ്ടി എണ്ണിയെടുക്കുമ്പോൾ കടകൾ 20 ആയിട്ടുണ്ട്, ഭക്ഷണ കടകൾ. എല്ലാം ഈ വൈവിധ്യമാർന്ന വിലപിടിപ്പുള്ള ഭക്ഷണക്രമം തന്നെ. അവിടെ നിന്ന് ഇത്തിരി ചെല്ലുമ്പോഴേക്കും വൈറ്റിലയിൽ നിങ്ങൾക്ക് ഈ മെട്രോയുടെ ഈ പില്ലേഴ്സ് കാണാൻ പറ്റും. അവിടെ ഒരു പൊതിച്ചോറുമായിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരാൾക്കൂട്ടാണ് ആ ഒരു പൊതിച്ചോറിന് വേണ്ടി നിങ്ങളെ തടഞ്ഞു നിൽക്കാനായിട്ട് പോകുന്നത്. നെപ്പോളിയനെ കുറിച്ചൊക്കെ പറയുന്ന കണക്ക്, നെപ്പോളിയൻ വളരെ കുറച്ച് ഭക്ഷിച്ചിരുന്ന ഒരാളായിട്ടൊക്കെയാണ് കരുതപ്പെടുന്നതെങ്കിൽ പോലും അയാളുടെ മേശ എപ്പോഴും സമൃദ്ധമായിട്ട് കാണാനുള്ള ആഗ്രഹിച്ചതെന്ന് പറയാം. പലതരം വിഭവങ്ങൾ വിളമ്പി വെച്ച ആ മേശയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് അത്യാവശ്യം റേഷൻ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന, ഏറ്റവും ലളിതവും ദരിദ്രമായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത് തൻ്റെ സൈനികരോട് അയാൾ ഓരോ ഡിപ്ലോമാറ്റിക്കായ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, സങ്കീർണമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഇയാൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിനകത്ത് ഏകാഗ്രമാകാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും വിഭവങ്ങളാണ് ഈ മേശയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന പല കാര്യങ്ങൾക്കകത്തും അപകടമോ പാപമോ കഴമ്പില്ലായ്മയോ ഉണ്ടെന്ന് പറയാനായിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ ലോകത്തോട് സമരസപ്പെടുന്നു. ഇപ്പോൾ പ്രശംസ എന്ന് പറയുന്ന കാര്യം, അഭിനന്ദനങ്ങൾ ആരാണ് ആഗ്രഹിക്കാത്തത്? ഈ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ കാലത്തെ ഒരു തരത്തിലും ചലഞ്ച് ചെയ്യുന്നില്ലെന്നുള്ളത് തന്നെയാണ്. ധനം അപകടമാണെന്ന് പറയുന്നു, ചിരി അപകടകരമാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഈ ക്രമത്തിലോട്ടെത്തിയ ഒരാളോട് ലോകത്തിനൊരു മമതയും വേണ്ട. ലോകം നിങ്ങളെ വെറുക്കും. രണ്ടാമതായിട്ട് രാജ്യം നിങ്ങളെ വെറുക്കുമെന്നാണ് പറയുക. രാജ്യം എന്ന് പറയുന്ന അതിർത്തികൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവത്തിൻ്റെ പേരല്ല, അതിർത്തികളിലൂടെ രൂപപ്പെടുന്നതിൻ്റെ പേരാണ് രാജ്യം എന്ന് പറയുക. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യ ഒരിക്കലൊരു ഉപഭൂഖണ്ഡമായിരുന്നു. ഒരു രാത്രിയിൽ ഇതിൻ്റെ ഭരണനുഖം നമ്മുടെ മീതെ വെച്ചിരുന്ന മനുഷ്യർ അത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയും അവർ സ്വന്തം നാട്ടിലേക്ക് കപ്പൽ കയറുകയും ചെയ്ത ദിവസം ഒരു വര കൂടി വരച്ചു. ഈ ഉപഭൂഖണ്ഡം 2ആയി, പുതിയ രാജ്യങ്ങളായി. പിന്നെ അതിനകത്ത് വീണ്ടും വീണ്ടും വരകളുണ്ടായി. ഈ വരകളൊക്കെ ദൈവം വരച്ചതാണെന്ന് വിചാരിക്കാനായിട്ട് നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, യുക്തിബോധം പോലും നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുമോ? കാര്യമായിട്ട് ഇത്തരം അതിരുകൾ വിശ്വസിക്കാതിരിക്കാൻ. ഈ അതിരുകൾ പല കാലങ്ങളിൽ പലതാണ്. ഇപ്പോഴും നമുക്കൊരു ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. ഒരേ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവർക്കിടയിൽ തമിഴ് കമ്മ്യൂണിറ്റി, കന്നഡ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിന് സാധ്യതയുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. വിഭാഗിത എല്ലായിടത്തും ഉണ്ട്. ഇത്തരം വിഭാഗിതകൾക്കെതിരായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിൻ്റെ ഒരു ചെറുതിൻ്റെയും ഭാഗമാതിരിക്കുക. പണ്ടിങ്ങനെ ഒരു ഭൂപടം കാട്ടിക്കൊണ്ട് കുട്ടി ചോദിക്കുന്ന കണക്കാണ്, അപ്പോൾ ഈ ഭൂപടത്തിൽ ആരാണ് ഇങ്ങനെ കുത്തി വരച്ചത്? അപ്പം പറഞ്ഞു, ആരാണെന്നറിയത്തില്ല, പക്ഷെ സത്യമായിട്ടും ദൈവമല്ല. ഈ ഭൂമിയിലുണ്ടായിട്ടുള്ള
ഈ ഭൂപടത്തിന് മീതെ ഉണ്ടായിട്ടുള്ള ഈ പെറു ചിലി എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മളിങ്ങനെ വരച്ചു വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്നും ദൈവത്തിൻ്റെതല്ലെന്ന് മനസ്സിലാക്കിയെന്നല്ല വാസ്തവത്തിൽ. പിന്നെ ചില കാര്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയോ സാമൂഹ്യപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില പാരമ്പര്യമായ ചില പരിഗണനകൾ കൊണ്ടൊക്കെ ഒരു ദേശത്തിൻ്റെ ഭാഷയുടെ ഭാഗമാകുന്നതിനകത്ത് മതിപ്പൂർവ്വം അനുഭവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അന്ധതയിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഫ്രാൻസ് ജാഗർ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സെയിൻറ്റ് നമുക്കുണ്ട്. അദ്ദേഹം ഈ ഒരു ഓസ്ട്രിയൻ കൃഷിക്കാരനായിരുന്നു വാസ്തവത്തിൽ. നാസിയുടെ ആ കാലത്ത് അന്ന് മിലിറ്ററിക്ക് പോകുക എന്ന് പറയുന്നത്, ഈ സൈന്യ സേവനത്തിന് പോകുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിരുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് ഒഴിവാകാൻ പറ്റിയില്ല. പക്ഷെ ഇയാൾ പറയുന്നു, ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കേണ്ട വ്രതം ഹിറ്റ്ലറോത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഹിറ്റ്ലറിന് വിധേയപ്പെട്ട് ജീവിക്കാമെന്ന് വെച്ചെന്നാൽ ആ ഹിംസയ്ക്ക് വേണ്ടി ജീവിക്കാമെന്നുള്ള അതിന് മറ്റൊരർത്ഥം. അതെടുക്കാനായിട്ട് ഇയാൾ വിസമ്മതിക്കുന്നു. ഇയാളുടെ ജീവിതം ഭംഗിയുള്ളൊരു ചലച്ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഹിഡൻ ലൈഫ് എന്ന പേരിൽ അതൊരു സിനിമയായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2014 കാൻ ഫെസ്റ്റിവലിലാണ് അത് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ അത് സെർച്ച് ചെയ്ത് നോക്കാം, നല്ലതാണ് വാസ്തവത്തിൽ. അയാളും അയാളുടെ ഭാര്യയായ ഫാനിയുമായിട്ട് ഈ തടവറയിലായിരിക്കുമ്പോഴേക്ക് നടത്തിയ എഴുത്തുകുത്തുകളാണ് വാസ്തവത്തിൽ ഹിഡൻ ലൈഫിൻ്റെ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പ്രചോദനം. ഈ മനുഷ്യനൊക്കെ ഇത്തരം വിഭാഗീയത ഉണ്ടാക്കുന്ന രാജ്യവിചാരങ്ങൾക്കെതിരാണ്. ഒരു രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തെ മനുഷ്യരെ കൊല്ലാനായിട്ട് നമുക്ക് എന്താ അവകാശം? യുദ്ധം ഒരു പാപമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഏറ്റവും നല്ല ധനവും ഏറ്റവും കൃത്യമായി യവനവും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഈ അതിർത്തികളിലേക്ക് വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം പട്ടാളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യമുള്ളൊരു കാലഘട്ടമാണ്. എല്ലാ തരത്തിലും ബൗദ്ധികമായിട്ടും ഇങ്ങനെ ഫിസിക്കലായിട്ടും ഒക്കെ. അത് അത്രയും കരുത്തരായ മനുഷ്യരുടെ യൗവനങ്ങൾ ഈ അതിര് കാക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുക എന്ന് പറയുന്നതിനകത്തെ അയുക്തി എന്തുകൊണ്ടാണ് ലോകത്തിന് പിടുത്തം കിട്ടാൻ പോവുക? അയുക്തി പിടുത്തം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അതിങ്ങനെ ദൈവിക ഭാവനയുടെ ഭാഗമാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ വരുന്ന വിധത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഈ യുദ്ധങ്ങൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്തത് തൻ്റേതായ രീതിയിൽ അതിനെ ഒന്ന് തർക്കത്തിലേർപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അങ്ങനെ അയാളുടെ ജീവിതത്തിലേക്ക് വന്ന കണ്ടുമുട്ടിയ പല മനുഷ്യരോടും ഇയാളിത് പറയാനായിട്ട് ശ്രമിക്കും. ഒരു ചെറിയ കൃഷിക്കാരൻ പറയുന്ന ഇത്തരം കൊച്ചു വർത്തമാനങ്ങൾക്ക് ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ വളരെ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ബോധങ്ങൾക്കകത്ത് വലിയ വ്യതിയാനമൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് അറിവുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ കണക്ക് ഇത്തിരി പുളിമാവ് മുഴുവൻ മാവിനെയും പൊളിപ്പിക്കുമെന്ന സങ്കല്പത്തിൽ ഈ മനുഷ്യൻ തൻ്റെ സംഭാഷണങ്ങൾ ഏർപ്പെടുകയാണ്. ഈ മനുഷ്യൻ പിന്നീടൊരു ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ SF എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ, ഞങ്ങളുടെ തന്നെ ഒരു സഹോദര സമൂഹത്തിൻ്റെ പേരാണ് SF എന്ന് പറയുന്നത്. ഇങ്ങനെ വീടുകൾക്കകത്ത് ഇങ്ങനെ സന്യാസികളെ കണക്ക് ജീവിക്കാൻ തീരുമാനിച്ചുള്ള മനുഷ്യരുടെ സമൂഹം. അതിനകത്തൊക്കെ ഈ മനുഷ്യർ പെടുമ്പോൾ അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായ ഒരു പ്രകാശം ഇയാളുടെ ബാല്യവും കൗമാരവും ഒന്നും ഭേദപ്പെട്ടല്ല കേട്ടോ. അതിനകത്തൊക്കെ ആവശ്യത്തിലേറെ പ്രതിസന്ധികളുടെ ഈ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട്, കൈപ്പിഴകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഉതപ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ പ്രകാശത്തിലേക്ക് വരുന്ന ഈ മനുഷ്യൻ ഹിംസക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഈ മനുഷ്യർ ഇങ്ങനെ വിഭാഗീയമായിട്ട് ചിന്തിക്കുന്നതിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ ഗിലറ്റിൽ ഈ മനുഷ്യനെ കൊല്ലപ്പെടുന്നു. പട്ടാളക്കോടതി ഇയാളെ വിധിക്കുന്നു. അതിന് മുമ്പായിട്ട് ഇയാളുടെ അവരൊരു ആനുകൂല്യം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നിനക്ക് കൊല്ലുന്നതിനകത്തല്ലേ ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് മെഡിക്കൽ കോറുണ്ട്, യുദ്ധ തടവുകാരെ എന്ത് ചെയ്യുന്നു ശുശ്രൂഷിക്കാനായിട്ട് പരിചരിക്കാനായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘമുണ്ട്, നീ അതിൻ്റെ ഭാഗമായിക്കൊള്ളുക. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, അതിൽ പങ്കുചേരുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ഹിറ്റ്ലറോത്ത് നടത്തണ്ടേ, ഹിറ്റ്ലറിന് വേണ്ടി നിലനിൽക്കാമെന്ന് പറയണ്ടേ, എനിക്കതുകൊണ്ടത് വേണ്ടെന്നാണ് പറയുക. ഇന്ന് യുദ്ധവിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരു ഐക്കണായിട്ട് ഈ മനുഷ്യൻ മാറുന്നുണ്ട് ഫ്രാൻസ്. അയാളെ കാത്തലിക് ചർച്ച് പിന്നീട് ബാറ്റിഫൈ ചെയ്യുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട ഒരു പൊസിഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് എൻ്റെ വിചാരം. വിശുദ്ധൻ എന്ന് പറയുന്ന ഒരു ഫൈനലായിട്ടുള്ള വാക്കിലേക്ക് എത്തുമ്പോഴൊരു ഘട്ടമുണ്ടല്ലോ, ബ്ലസ്സഡ്. ഈ മനുഷ്യരൊക്കെ എന്തിനു വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ ഈ അതിരുകളെക്കുറിച്ച് ഇത്രയും എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? ഇതിൻ്റെയൊക്കെ ചെറിയ സംഭവമാണ് ഈ അയൽവക്ക ബന്ധങ്ങളൊക്കെ പറയുക. അവനവൻ്റെ മതിലുകൾ എന്തിനാണ് ഇത്ര ഉയർത്തിക്കെട്ടുന്നത്? ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നവർ സ്വാഭാവികമായി, എന്നിലേക്ക് വന്നവർ സ്വാഭാവികമായിട്ട് രാജ്യം അവർ വെറുക്കുമെന്നാണ് പറയുന്നത്. ഒരതിർത്തികളോടും കാര്യമായിട്ട് അഫിനിറ്റി പുലർത്താത്ത, ഒരതിർത്തിയോട് മന്ദമായ വിധേയത്വങ്ങൾ പുലർത്താത്ത നിങ്ങൾ എന്തിനാ അതിരുകൾ സംരക്ഷിക്കേണ്ടി വരിക? അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിനകത്ത് യുൽ ബി ഡിസോണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും മതവും നിങ്ങളെ വെറുക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്നെത്തിയിരിക്കുന്നൊരു മതഘടനയും യേശു പറയാൻ ശ്രമിച്ച ഒരു ധർമ്മവും തമ്മിൽ സ്വാഭാവികമായിട്ട് അകന്നു പോയി.
ചരിത്രപരമായ, സാംസ്കാരികമായ, സാമൂഹ്യമായ കാരണങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനോട് കൂട്ടിച്ചേർത്തിട്ട് അതിനെ നീതീകരിക്കാൻ ശ്രമിക്കുമെങ്കിൽ പോലും ഒരു കൃത്യമായ സത്യം അതിനകത്ത് നകർന്നു പോയെന്നുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നൊരു മതഘടനയിൽ ഈ പറഞ്ഞ കണക്ക് ഋജുവായിട്ടും സരളമായിട്ടും സുവിശേഷം ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് കാര്യമായ നിലനിൽപ്പുണ്ടാവുമോ? ഒരുപക്ഷെ പത്രോസ് ചോദിച്ച ചോദ്യത്തിനകത്ത് ആ പ്രശ്നം കിടപ്പുണ്ട്. പത്രോസിനെ ഇങ്ങനെ സഭയുടെ ഈ പറയുന്ന ഒരു കല്ലായിട്ട് യേശു പറഞ്ഞു കൊടുക്കുന്ന നിമിഷത്തിൽ പത്രോസ് ചോദിക്കുന്നുണ്ട്, ജോണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജോൺ എന്നൊക്കെ പറയുന്ന മനുഷ്യർ ഇത്തരം കാര്യങ്ങൾക്കകത്ത്, ഭൗതികമായ കാര്യങ്ങൾക്കകത്ത് കാര്യമായിട്ട് പെട്ടുപോകാതെ തങ്ങളുടെ ആന്തരികതയുടെ പ്രകാശം ജീവിക്കുകയും ഇങ്ങനെ ഹൃദയപൂർവ്വം മനുഷ്യരെ ആലിംഗനം ചെയ്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇവർ ഈ മനുഷ്യനോട് എന്ത് ചെയ്യും? കാരണം അതൊരു വലിയൊരു ആശങ്കയാണ്. നമ്മൾ പെട്ടുപോകുന്ന പല പ്രശ്നങ്ങൾക്കകത്തും പെട്ടുപോകാത്ത, എവിടെയൊക്കെ നിശബ്ദമായിട്ട് തങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന ആ ധർമ്മത്തിൽപ്പെട്ട മനുഷ്യർക്ക് എന്നാ പറ്റും? യേശു പറഞ്ഞു, എൻ്റെ രണ്ടാം വരവോളം അവരുണ്ടായിരിക്കും. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുളിമാവ് എന്ന് പറഞ്ഞ ഇത്തിരി പുളിമാവ്. ഒരുപക്ഷെ ആ വലിയ സഭയെന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സോളെന്ന് പറയുന്നത് ഈ കൂനിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യരാണ്. യോഹന്നാനെ കണക്ക് കൂനിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യരാണ്. അവരാണ് അതിനെ ഇപ്പോഴും ഭംഗിയുള്ളതായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഭംഗിയുള്ളതായിട്ട് സൂക്ഷിക്കാനുള്ള ചലഞ്ച് ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് സിനഗോഗുകളിൽ നിങ്ങൾ വലിച്ചേക്കപ്പെടും. സിനഗോഗ് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ടാണ് അത് നമ്മൾ പതുക്കെ ഇങ്ങനെ മതമെന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിലോട്ട് മാറ്റി പറയാനായിട്ട് ശ്രമിച്ചത്. അവസാനമായിട്ട് വീട് നിങ്ങളെ വെറുക്കും. ഇത്തരം ചില സുവിശേഷം വെച്ച് നീട്ടുന്ന ചില ലാളിത്യത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും സുവിശേഷം വെച്ച് നീട്ടുന്ന പങ്കാളിത്തത്തിലേക്കും പങ്കുവയ്പ്പിലേക്കുമൊക്കെ പ്രവേശിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ വീടിനും കാര്യമായ മതിപ്പുണ്ടാവില്ല. വീട് രണ്ട് രീതിയിൽ നിങ്ങൾ അതിനകത്ത് നേരിടാൻ ശ്രമിക്കും. ഒന്ന്, നിങ്ങളോട് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട്. രണ്ട്, വളരെ ഇമോഷണലായിട്ട് നിങ്ങളോട് മീതെ വളരെ പോസസീവായിട്ട് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ പാദങ്ങൾക്കകത്ത് ഈ പറയുന്ന ചരട് കെട്ടിയിട്ട് വീട് നിങ്ങളെ തടസ്സപ്പെടുത്തും. ഒരുവൻ്റെ വീട് തന്നെ ആയിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് യേശു പറയുമ്പോൾ വീടിനകത്ത് തർക്കം നടക്കുന്നുണ്ടോ കലഹം നടക്കുന്നുണ്ടോ എന്നല്ല അർത്ഥം. ചിലപ്പോൾ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില കാര്യങ്ങളുടെ ഓവർഡോസ് കൊണ്ടും ആ വീട് ചലനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും. അത്രയും വീടിനോട് സ്നേഹമുള്ളത് കൊണ്ട്, വീട്ടുകാരുടെ കാര്യങ്ങളുടെ മതിപ്പുള്ളത് കൊണ്ടൊക്കെ തങ്ങൾക്ക് കിട്ടിയ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുന്ന എത്രയോ കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഈ 12,000 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാവും. വീട് ഈ പറയുന്ന കണക്ക് ശത്രുത കൊണ്ടല്ല നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന, മറിച്ച് സ്നേഹമെന്ന് നമ്മൾ വിചാരിച്ച ചില കടമ്പകളുണ്ട്. വീടും നിങ്ങളെ വെറുക്കുമെന്ന് പറയുക. യേശുവിൻ്റെ സഹോദരന്മാരെ കുറിച്ച് അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ സഹോദരന്മാർ അവന് ഭ്രാന്തെന്ന് കരുതി അവനെ പിടിക്കാൻ പുറപ്പെട്ടു. സ്നേഹം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഈ പറയുന്ന ഒരാൾക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പുഴയിൽ നിന്ന് പുറത്തായ മീനെ കണക്ക് അയാൾക്ക് ശ്വാസം മുട്ടുന്ന കണ്ടിട്ട് അയാളെ സഹായിക്കാൻ വേണ്ടി പോവുകയും മനുഷ്യർ. ഭാഗ്യവശാൽ യേശു അവരുടെ പിടിയിൽ പെട്ടില്ല, എങ്ങനെയോ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തി യേശുവിനെ നമ്മളെ കണക്കൊരു നോർമൽ മനുഷ്യനാക്കി മാറ്റിയാണ്. നോർമൽ മനുഷ്യർ എന്തൊരു മോശം സംഭവം. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഓഫ് ബീറ്റ് പീപ്പിളാണ് ലോകത്തിൻ്റെ ഗതിയിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 4 തരം വെറുപ്പാണ്. ലോകം നിങ്ങളെ വെറുക്കും, രാജ്യം നിങ്ങളെ വെറുക്കും, വീട് നിങ്ങളെ വെറുക്കും, മതം നിങ്ങളെ വെറുക്കും. ഇത്രയും വെറുപ്പുകളിലെ അതിജീവിക്കാനായിട്ട്, അഭിമുഖീകരിക്കാനായിട്ട് ധൈര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ആ ചെറിയ അജഗണത്തിൻ്റെ ക്രമത്തിലേക്ക് ഒരു സ്വാഗതം ഇനിയും നിലനിൽക്കുന്നുണ്ട്. ആരംഭത്തിൽ പറഞ്ഞതുപോലെ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനിയും അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പോരാന്ന് കുഞ്ഞു പ്രശ്നമുണ്ട്. ഇനിയും നിങ്ങൾ പ്രവേശിക്കാത്ത ഒരു കാര്യത്തിന് മീതെ എന്തിനാ ഇത്രയും ഇൻറ്റൻസിറ്റിയോട് സംസാരിക്കുന്നത്, ഇത്രയും തീക്ഷ്ണമായിട്ട് സംസാരിക്കുന്നത്? കേട്ടുകൊണ്ടിരിക്കുന്ന ഒരധികം മനുഷ്യരുണ്ട്. അവരിൽ ആരുടെയോ ഉള്ളിൽ ഒരു ചെറിയ ചിരി വരുന്നു. ഇത് അയാൾക്ക് വേണ്ടിയാണ്. അയാളെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്, എൻ്റെ ചെറിയ അജഗണമേ. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.